എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് സാധനം ഞാൻ തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. സംഗതി വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോയിൽ പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യമാണ്. അതിന്ന് എന്തായാലും പ്രാവർത്തികമാകാൻ പോവുകയാണ്. നമ്മുടെ അനിമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറും എന്നൊരു കിംവദന്തി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഏകദേശം ഒരു 98% സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. ഇന്ന് നിങ്ങൾ മിക്കവാറും അത് ലൈവിലോ എപ്പിസോഡിലോ ആയിട്ട് കാണും. ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ എന്താണെങ്കിലും കാണും. അപ്പോൾ നമുക്ക് ഇന്നലെ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്നലെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പുതിയ പ്രൊമോ, ഞാൻ ഈ വീഡിയോ പാതിരാത്രിയിലാണ് എടുക്കുന്നത്. ആ സമയത്ത് ഞാനൊരു പുതിയ പ്രൊമോ കണ്ടേ. ആ പ്രൊമോയ്ക്കകത്ത് ആദിലയുടെ ചൊറിച്ചില് ഇവളെനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. എനിക്ക് തോന്നുന്നത് അനീഷേട്ടനെ ചൊറിഞ്ഞ് ആ വഴിയെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണേ ആ മനുഷ്യന്റെ പുറകെ ഇങ്ങനെ പോയി ചൊറിയുന്നേ? അയാൾ വന്ന് രാവിലെ ഒരു മോളെ ഇന്ന് നിന്റെ ഡ്യൂട്ടിയാ, വന്ന് പണിയെടുക്ക്, രാവിലെ പോയി പാത്രം കഴുകുന്ന് പറഞ്ഞപ്പം ആ പോടോ, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ചെയ്യടോ എന്നുള്ളൊരു മൂഡാണ് നമ്മുടെ ആദിലയുടെ. ഓക്കെ, മനസ്സിലാക്കാം, എന്നാ അവിടെ കിടന്നോ, ഓക്കെ മോളെ ഞാൻ പോയി കഴുകാമെന്ന് പറഞ്ഞ് അനീഷ് പോയപ്പം പുറകെ ചെന്ന് അനീഷിന്റെ ബെഡും തലയാണയൊക്കെ വലിച്ച് ദൂരത്തേക്കൊക്കെ എറിഞ്ഞിട്ട് കലിപ്പും കാണിച്ച് പുറകെ ചെന്ന് കിച്ചണിൽ ചെന്നിട്ട് അവിടെ നിന്നിട്ടും അയാളെ ദ്രോഹിക്കുക. അയാൾ എന്താണ്ട് ഇവിടെ മറ്റേ കയറി പീഡിപ്പിക്കാൻ ചെന്നൊരു മോഡാ ആദിലയ്ക്ക്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, എന്തിനാണ് ഇത്രയും വലിയൊരു ദേഷ്യം ആദിലയ്ക്ക്? കണ്ടന്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ കൊള്ളാം, പക്ഷെ അപ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക, അയാളെ പോലൊരു മനുഷ്യനെ, പ്രത്യേകിച്ച് ഈ ഒരുപാട് ഗസ്റ്റുകൾ കയറി ചെന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം ബോധമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അയാൾക്ക് നല്ല സപ്പോർട്ടുണ്ട് പുറത്തുനിന്ന്. അത് മനസ്സിലായിട്ടാണോ അതോ മനസ്സിലാക്കാഞ്ഞിട്ടാണോ ഇയാളെ മാത്രം ഈ ചൊറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളൊരു കാര്യം കൊച്ചിന് മനസ്സിലാവുന്നില്ല. അത് മിക്കവാറും ഈ വീക്കെൻഡ് ആകുമ്പം പിടി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താണെങ്കിലും ഇന്നലെ ഗംഭീരമായിട്ടുള്ള ഒന്നും നമ്മുടെ എപ്പിസോഡിൽ ഇല്ല കേട്ടോ. കണ്ടന്റ് നിങ്ങൾ കണ്ടവരായിരിക്കുമല്ലോ, പ്രത്യേകിച്ചൊന്നും നമുക്കങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ഉള്ളത് മറ്റേ ബോട്ടിൽ ടാസ്കിനെ പറ്റിയാണ്. അത് ഓൾറെഡി നമ്മൾ ലൈവിൽ പറഞ്ഞ് തീർത്തതാണ്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതിനകത്ത് ഒന്ന് ലൈവിൽ ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ചതാണ്, പിന്നെ വിട്ട് കളഞ്ഞു പോട്ടേന്നും പറഞ്ഞ് നമ്മുടെ അനീഷേട്ടൻ മറ്റേ ബോട്ടിലെല്ലാം തട്ടി അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബറിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അനീഷ അടി അനീഷേ, അനീഷ അടി അനീഷേ എന്നും പറഞ്ഞ അനീഷിന്റെ പുറകെ പോകുന്നൊരു സാധനമൊക്കെ കണ്ടു. സന്തോഷമാണ്, ആർക്കും കിട്ടുന്നില്ലല്ലോ പോയിന്റ് എന്നുള്ളതിന്റെ ആ ഒരു സാധനം മനസ്സിൽ വന്നിട്ടുള്ള ഒരു സന്തോഷം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അനിമോളും സാബുമാനാണല്ലോ, സാബുമാനാണല്ലോ നമ്മുടെ ജിഷിനെ തൂക്കിയിട്ട് ഇപ്പോഴത്തെ മറ്റേ എന്താ ഇനി പറയുന്നത്, മറ്റേ ക്വാളിറ്റി ചെക്കർ. അപ്പം അനിമോളുടെ കൂടെ അപ്പം രണ്ടുപേരും കൂടെ ആയിരുന്നു ക്വാളിറ്റി ചെക്ക് ചെയ്ത് അവസാനം നമ്മുടെ ആര്യന്റെ മാങ്കോയിലെ 2 കുപ്പി മാത്രമാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ആ 2 കുപ്പി നൈസായിട്ട് ഷാനവാസ് എന്തിനാ അത് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഷാനവാസിന്റെ കമ്പനിയുടെ ബോട്ടിലല്ല, നൈസായിട്ട് അനീഷ് ബാക്കിയെല്ലാം തട്ടിക്കളഞ്ഞപ്പോൾ അത് താഴെ വീഴാതിരിക്കാനാണോ എന്തിനാണോ ഷാനവാസ് നൈസായിട്ട് അവർ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്കോയിലെ 2 എടുത്ത്, ഞാൻ വിചാരിച്ചു അത് മുക്കിയതായിരിക്കുമെന്ന്. പക്ഷെ അല്ല, ജിസൈലിനെ ഏൽപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ജിസൈൽ അത് നശിപ്പിച്ച് കളഞ്ഞു കാണുമെന്ന്. പക്ഷെ അങ്ങനെ അല്ല, ജിസൈൽ അത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞപ്പോഴത്തേക്ക് ആർക്കൊക്കെ എത്രയൊക്കെ പോയിന്റ് കിട്ടിയെന്ന് പറയാൻ വേണ്ടി നമ്മുടെ അനിമോളും സാബുമാനും കൂടെ മറ്റേ നമ്മുടെ പ്ലാസ്മ ടിവിയുടെ അവിടെ നിന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് പറയുന്നുണ്ട് മാങ്കോക്ക് 2 ഉണ്ട്, പക്ഷെ ആ മാങ്കോടെ 2. അപ്പൊ ബിഗ് ബോസ് പറയുന്നു ആ 2 എവിടെ? അത് അതിന്റെ ഓണർ എടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കുക, അപ്പോഴേ നമുക്ക് ആ പോയിന്റ് അല്ലെങ്കിൽ ആ കോയിൻ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 2 എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഉടനെ ജിസൈൽ ഓടി, അതവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് പോയി ആ 2 എടുത്തോണ്ട് വന്നു. പക്ഷെ പണി പാളിപ്പോയി. എടുത്തോണ്ട് വെച്ചപ്പോഴത്തേക്ക് അനിമോൾ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. ഇതല്ല ഞങ്ങൾ ചെക്ക് ചെയ്ത് മാറ്റി വെച്ചത്. അനിമോൾ അതാണ് എടുത്ത് മാറ്റി വെച്ചത്, അതാണ് ഷാനവാസ് എടുത്ത് ജിസൈലിനെ കൊടുത്തത്. ജിസൈൽ എടുത്ത് ഒളിപ്പിച്ച് ഫ്രിഡ്ജിനകത്തോ എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് 2ാമത് എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് അനിമോൾ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. അതൊക്കെ അനിമോളുടെ ഗെയിം, എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അനിമോൾ സമ്മതിക്കുന്നില്ല. അവസാനം ആർക്കും പോയിന്റ് കിട്ടിയില്ല. ബിഗ് ബോസ് പറഞ്ഞ് എല്ലാം പോയി കിടന്ന് ഉറങ്ങിക്കോ, റദ്ദാക്കി. ഇന്നത്തെ ഗെയിമും റദ്ദാക്കി. ഇന്നലെ മീൻസ് മിനിഞ്ഞാന്നും ഇന്നലെ ഈ 2 ദിവസമായിട്ടുള്ള ഈ ടാസ്ക് നടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമുള്ള എല്ലാതും ബിഗ് ബോസ് റദ്ദാക്കി കളഞ്ഞു. 3 റൗണ്ട് എങ്ങാണ്ടായി, 3 റദ്ദാക്കി. ബിഗ് ബോസിനും തന്നെ മടുത്ത്. ലാലേട്ടൻ മിക്കവാറും വരുമ്പോൾ എല്ലാത്തിനെയും പെടുത്തെടുത്ത് പൊരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അനീഷിനും കിട്ടും. അനീഷ് ഇന്നലെയും കുറെ തട്ടിക്കളഞ്ഞു, മിനിഞ്ഞാന്നും കുറെ തട്ടിക്കളഞ്ഞു. അനീസിനും കിട്ടും, പിന്നെ ആദിലയ്ക്കും കിട്ടും. ആദില ഇന്നലെ വൃത്തികേട്ടിന്റെ അങ്ങേയറ്റമാണ് ആദിലയും ചെയ്യുന്നത്.
ബിഗ് ബോസിനോട് ചോദിക്കാതെ, ബിഗ് ബോസ് പറഞ്ഞതാണ് വെള്ളം കുടിക്കരുത്, വെള്ളം കുടിക്കുക ഇൻ ദ സെൻസ് ജ്യൂസ് കുടിക്കരുത്, അത് എല്ലാം ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അതിലെ മറ്റേ കപ്പിനകത്തൊക്കെ എടുത്തുകൊണ്ട് പോയി നെവിന്, ജയിലിൽ കിടക്കുന്ന നെവിനും ജിഷിനും ഒക്കെ കൊണ്ട് കൊടുക്കുക. അത് ബിഗ് ബോസ് എന്നിട്ട് വാണിംഗ് കൊടുക്കുമ്പോൾ തന്നെ അവക്കൊരു പുച്ഛമാണ്, എല്ലാവരെയും പുച്ഛമാണ് ഈ ആദില എന്ന് പറയുന്ന മോക്ക്. അപ്പൊ എന്താണെങ്കിലും ആർക്കും ഒന്നും കിട്ടിയില്ല. പിന്നെ മുടിയുള്ള അനീഷിന്റെ കമ്പനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ജിസൈൽ ആര്യൻ, ഇപ്പൊ ആർക്കും കിട്ടിയില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിസൈലിനാണ് കൂടുതൽ അങ്ങോട്ട് പൊട്ടിയത്. ആര്യൻ മോന്റെ കമ്പനിക്കൊന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ പിന്നെ ജിസൈലൂട്ടിക്ക് ദേഷ്യം വരാതിരിക്കുവോ? ദേഷ്യം വരത്തില്ല ജിസൈലൂട്ടിക്ക്, നല്ല ഒന്നാം തരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവിടെ കിടന്നോണ്ട് ചുമ്മാ ചൊറിഞ്ഞു കിടക്കുകയാണ്. അനുമോളുടെ അടുക്ക് പോയി ചൊറിയുന്നുണ്ട്. അനുമോളുടെ അടുക്ക് ചെന്നിട്ട് എന്തോ ഒരു ഡയലോഗ് അടിച്ചു, എന്താണ് നൂറാമാടവും ആദിലാമാടവും പറഞ്ഞാൽ മാത്രമല്ല നിനക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനുമോളുടെ കീഴെ പോയി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ നൂറ് അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട്, അനുമോൾക്ക് സ്റ്റാൻഡ് ഉണ്ട്, നീ കൂടുതലൊന്നും അത് പറയണ്ട, അനുമോൾക്ക് അവളുടെ സ്റ്റാൻഡ് ഉണ്ട്, നിനക്കാണ് സ്റ്റാൻഡ് ഇല്ലാത്തത്, നീ ചെല്ല്, നീ പോയി ആര്യനെ മറ്റേ വേണ്ടി കളിച്ച് നിക്ക്, നീ ചെല്ല്, ആര്യനെ പോയി ആര്യന്റെ താങ്ങുക, ആര്യന്റെ പൊക്കുക, ആര്യന്റെ താങ്ങുക, ആര്യന്റെ പൊക്കുക, ചെല്ല്, നീ പോയി ചെയ്യുന്നുള്ള മൂഡില് നൈസായിട്ട് നൂറ, എനിക്ക് തോന്നുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നത് കണ്ടപ്പോഴത്തേക്ക് നേരെ പോയി ജിസേലിൽ ഒന്നും മിണ്ടാൻ വയ്യ, കാരണം നല്ല രീതിയിൽ കൊടുത്തു. അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ലക്ഷ്മി മാഡം അനീഷിൻ്റെ അടുക്ക് ചെന്ന് ഉപദേശമാണ്. അനീഷ് പക്ഷേ ലക്ഷ്മി പറഞ്ഞത് കാര്യമാണ് കേട്ടോ. അനീഷ് ചെയ്തത് തെമ്മാടത്തിലായിപ്പോയി. ഞാനാണ് അനീഷിൻ്റെ ഫസ്റ്റ് കൊണ്ടുവന്നൊരു ബോട്ടിൽ വരുന്നത്, ഞാൻ നാളെ എങ്ങനെ നിങ്ങളെ വിശ്വസിച്ച് കൊണ്ടുതരും? കാരണം നിങ്ങളെ കൊണ്ട് തന്നു, നിങ്ങൾ എന്നിട്ട് ചെന്നിട്ട് നിങ്ങൾ ജയിച്ചില്ല എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരുടെയും അധ്വാനത്തെ നിങ്ങൾ തട്ടിക്കളഞ്ഞു, അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അനീഷ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി പറയുന്ന അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. ഇന്നത്തെ ആ ഒരു കേസിൽ, അല്ലെങ്കിൽ ഇന്നലത്തെ ആ ഒരു കേസിൽ അനീഷിന്റെ ഭാഗത്ത് ചെറിയ രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന്, അനീഷിന്റെ ഗെയിം തട്ടിക്കളഞ്ഞു, ഒരു തെണ്ടിക്ക് കൂടെ ഒന്നും വേണ്ട എന്നുള്ളൊരു മൂഡിൽ കളഞ്ഞു. പിന്നെ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ചെയ്തത് തെമ്മാടിത്തരം തന്നെയാണ്. കാരണം പുള്ളി ബാക്കിയുള്ളവരുടെ അധ്വാനം കാണാതെ പോയി, പിടികിട്ടിയില്ലേ? അത് എത്രയോരം പേര്, ഇപ്പൊ ആര്യനൊക്കെ ആണെങ്കിൽ പോലും നമുക്കും വലിയ താല്പര്യമൊന്നും ഇല്ല ആര്യനെ, പക്ഷെ ഗെയിമിന്റെ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ആര്യൻ നന്നായിട്ട് ഗെയിം കളിച്ചു. അപ്പൊ അവൻ ഇന്നലെ ആ 2 പോയിന്റ് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അവന്റെ ആ ടീമിനെ, അവർ ആരൊക്കെയാണോ അവനെ നമ്മുടെ കുപ്പികൾ കൊണ്ട് കൊടുത്ത് അവർക്ക് ആ പോയിന്റ് കിട്ടേണ്ടതാണ്, അത് അർഹത ഉണ്ടായിരുന്നു. അത് അനീഷ് തട്ടിക്കളഞ്ഞത് വളരെ മോശമായി പോയി. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് തന്നെ പറയണമല്ലോ. അത് പിന്നെ വേറൊരു സൈഡിൽ ഞാൻ പറഞ്ഞ കണക്ക്, തുടക്കത്തിൽ പറഞ്ഞ കണക്ക്, വേറൊരു സൈഡിൽ ഗെയിമായിട്ട് നോക്കുകയാണെങ്കിൽ അനീഷിന്റെ അനീഷിന് എന്താ ഗെയിം കളിച്ചൂടെ? അനീഷിനും കളിക്കുക, അനീഷ് കളിച്ചു, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ലക്ഷ്മി ഭയങ്കരമായിട്ടുള്ള ഉപദേശമൊക്കെ അനീഷിന് കൊടുക്കുന്നുണ്ട്. അനീഷ് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അത് ഈ ഒരു ഇരിപ്പ പറഞ്ഞോളെ ലക്ഷ്മി, അനീഷ് ഇങ്ങനെ ഒരു ഇരിപ്പ, കൂടുതൽ മിണ്ടാട്ടമൊന്നുമില്ല. കാരണം അനീഷ് ഏട്ടന് തന്നെ അറിയാം ചെയ്തത് തെമ്മാടിത്തരമാണ്. ലാലേട്ടൻ വരുമ്പോൾ എടുത്തു വെച്ച് പൊരിക്കും. പക്ഷേ അനീഷ് എന്ന ഗെയിമർ ആ കളി കളിച്ചോണ്ട് തന്നെ അവിടെ എന്തായാലും ഇരിക്കും. അതിനുശേഷം ലക്ഷ്മി ജിസൈലുമായിട്ട് ചൊറിയുന്നുണ്ട്, പിന്നെ ഷാനവാസുമായിട്ട് ചൊറിയുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കണം. ഇപ്പൊ കുറച്ചായിട്ട് ലക്ഷ്മി ഒന്ന് ഓഫ് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ലക്ഷ്മിക്ക് തന്നെ തോന്നിക്കാണും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. അതിന്റെ പേരിൽ ചുമ്മാ ഷാനവാസിന്റെ അടുക്കലൊക്കെ ചുമ്മാ പോയി ചൊറിയുന്നുണ്ട്. മറ്റേ ഷാനവാസ് എന്തോ കുക്ക് ചെയ്തോണ്ടിരുന്നപ്പം ഇച്ചിരി എങ്ങാണ്ട് കയ്യോടെ എടുത്ത് നക്കി തിന്നെന്നും പറഞ്ഞ് അതിന്റെ പേരിൽ വൃത്തി എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കൂന്ന കണ്ടു ലക്ഷ്മി എന്താണെങ്കിലും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇരുന്നിട്ട് വീണ്ടും നമ്മുടെ അനീഷേട്ടനെ വിമർശിക്കുന്നുണ്ട്. അനീഷേ, നീ ചെയ്തത് ശരിയായില്ല, നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങളിപ്പോൾ ആരായി എന്നൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഞങ്ങളെ റസിക്കനീഷേട്ടാ എന്നൊക്കെ അക്ബർ അവിടെ കിടന്ന് പറയുന്നു. ഉടനെ അനീഷ്, തീർച്ചയായും അടുത്ത റൗണ്ടിൽ മോനെ നീ വാ, എന്റെ കമ്പനിയെ വിശ്വസിച്ച് നീ വീണ്ടും കുറെ കുപ്പി കൊണ്ടുപോവാ എന്നൊക്കെ അനീഷ് അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു. അനീഷിന്റെ ഗെയിമിടെ അനീഷ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് അനീഷിന് പോയിന്റ് കിട്ടിയില്ലേ, അനീഷ് ആ ഗെയിം കുളവാക്കും, അടുത്ത കണ്ടന്റ് അനീഷ് അവിടെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗെയിം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അനീഷ് കണ്ടന്റ് ഉണ്ടാക്കുന്നു. ലാലേട്ടൻ വരുമ്പോൾ മിക്കവാറും ഈ ആഴ്ച പിടിച്ച് അനീഷിനെ കീറാനുള്ള സാധ്യത കൂടുതലാണ്. അനീഷിനും കിട്ടും. ആദിലേനെ വെറുതെ വിടുവോ എനിക്കറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച വിട്ടത്, അതിന്റെ മുന്നത്തെ ആഴ്ച ആദിലയൊക്കെ ഒരുപാട് പൊക്കിയെടുത്ത് ലാലേട്ടൻ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞതല്ലേ. എന്നിട്ടാണ് തൊട്ടടുത്ത ആഴ്ച ആദിലയുടെ മറ്റേ വൃത്തിയേട്. അതുകൊണ്ടായിരിക്കും കൂടുതലൊന്നും അത് മിണ്ടായിരുന്നു നെവിന്റെ കേസിൽ. പക്ഷെ ഈ ആഴ്ച വന്നിട്ട് മിണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും പിടിച്ചൊന്ന് പൊട്ടിക്കുക ഇൻ ദ സെൻസ് അടിക്കാനൊന്നും അല്ല, നല്ല രീതിയിലൊന്ന് ശകാരിച്ച് വിടേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ട് ആദിലയുടെയൊക്കെ കേസിൽ. കാരണം ഭയങ്കര മോശം. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ പ്രൊമോ ഇന്നലെ പാതിരാത്രിയിൽ വന്നതാണ്. ആ പ്രൊമോയിൽ തന്നെ എന്തൊക്കെ വൃത്തികേടാണ് കാണിക്കുന്ന ആ കൊച്ച്. അനീഷാണ് ക്യാപ്റ്റൻ ബസലിന്റെ, വന്ന് പാത്രം കഴുകുക, നിന്റെ ടേൺ അല്ലേ എന്ന് പറയുമ്പോൾ പോലും അവക്ക് പുച്ച വരാൻ പോടോ, ഓക്കെ പോടോ എന്നും പറഞ്ഞ് അനീഷ് എന്നിട്ട് പറയുന്നുണ്ട് ഓക്കെ ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞ് പോയപ്പം പിന്നെ കാണുന്നത് അവള് പുറകെ പോയി ചൊറിയുന്നതാ. പുറകെ ആ മനുഷ്യന്റെ മറ്റേ ബെഡിൽ കിടക്കുന്ന എല്ലാം വലിച്ചു വാരി എറിയുന്നു. അതിനുശേഷം നടന്ന് കിച്ചണിൽ പോകുന്നു. പുള്ളി പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് തട്ടിപ്പറച്ചിങ്ങോട്ട് മേടിക്കുന്നു.
ഇവൾ ആരാ ഇവള്? ബിഗ് ബോസിലെ റാണിയാണോ? റാണി അല്ല, റാണിയും പ്രാണിയൊക്കെ മിക്കവാറും ഈ ആഴ്ച തെറിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് അറിയുന്നത്. കാരണം വോട്ടൊക്കെ ഇച്ചിരി കുറവാന്നൊക്കെ കേട്ടു. നമുക്ക് അറിയത്തില്ല, ലാസ്റ്റ് മിനിറ്റ് എന്ത് വേണമെങ്കിലും നടക്കാം. പക്ഷെ കാണിക്കുന്നത് തെമ്മാടിത്തരമാണ്. ആദില പ്രത്യേകിച്ച് കംപ്ലീറ്റ്ലി അക്കാര്യത്തിലൊക്കെ നൂറ ഡീസൻ്റ് ആണ്. നൂറയ്ക്ക് അറിയാം എങ്ങനെ കളിക്കണം, എവിടെ കളിച്ചാൽ പണി കിട്ടുമെന്ന്. നൂറ അത് നോക്കി തന്നെ കളിക്കത്തുള്ളൂ. ഒരു ടാസ്കിനകത്ത് ഇന്നലെ നമ്മുടെ ബോട്ടിൽ ടാസ്കിൽ പോലും നൂറ അതിലോട് പറയുന്നുണ്ട്, മോളെ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ തുപ്പലൊക്കെ ആക്കി അതിങ്ങനെ വെറുപ്പിക്കരുത്, ചെയ്യരുത്, ഇങ്ങനെ പല കാര്യങ്ങളും നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു മുഖ്യമാന്നേ. അതിൽ ഇന്നലെ രാത്രിയിൽ തന്നെ, ഇതിപ്പം ഇന്നലെ പാതിരാത്രിയിൽ വന്ന പ്രൊമോ ആണ്, ഇന്നത്തെ പ്രൊമോടെയാണ് നമ്മളാ പറഞ്ഞത്. അത് കൂടാതെ ഇന്നലെ രാത്രിയിൽ നമ്മുടെ അനീഷിന്റെ, എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ അത് കാണിക്കുന്നുണ്ട്, ഇന്നലത്തെ എപ്പിസോഡിൽ അത് കാണിക്കുന്നുണ്ട്. മറ്റേ കോയിൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ആദില അനീഷിന്റെ, അതൊക്കെ ആദിലയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ഓക്കെ, പോട്ടെ, രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വിചാരിച്ച് നമുക്ക് വിടാം. പക്ഷെ മറ്റേത് ഈ പുള്ളിയുടെ പുറകെ പോയി കിച്ചണിൽ പണിയെടുക്കാൻ പോലും അവൾക്ക് കഴിയത്തില്ല. അത് വന്ന് അനീഷ് പറഞ്ഞാൽ അപ്പോഴും അവൾക്ക് ദേഷ്യമാണ്. അവളോടൊന്നും പറയരുത്. അവൾ ഇങ്ങനെ കട്ടിലേക്ക് കിടന്ന് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. കുത്തിത്തിരിപ്പ് ബിന്നിയുടെ അപ്പുറം അങ്ങനെ തന്നെ പറയണം. ബിന്നിയൊക്കെ പിന്നെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്ത് കോണ്ടന്റ് ആണ്? ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആകെയുള്ള കോണ്ടന്റ് അനീഷിന്റെ പുറകെ പോയി ചൊറിയുക. ഇത് മാത്രമാണ് കോണ്ടന്റ് നമ്മുടെ ആദിലമോളുടെ. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ആദിലമോളെ നമുക്ക് പുറത്ത് മറ്റേ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ ചിരിച്ചുകൊണ്ടൊക്കെ ഹായ് ഞാൻ സൂപ്പറായിരുന്നു, ഞാൻ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് വൈകാതെ കേൾക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ, ചോക്ലേറ്റിന്റെ അതൊക്കെ ഒന്നും ഇല്ലടേ. ഇന്നലെ എനിക്കൊന്ന് പ്രത്യേകിച്ച് എപ്പിസോഡിലാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലേ. രാത്രി ഇതേ എല്ലാം കൂടെ മറ്റേ അതിൽ ഉറങ്ങാൻ നേരത്ത് അനുമോള് ചെയ്തിട്ട് മറ്റേ ക്രീം എന്തോ മുഖത്തിട്ടേന്, പിന്നെ അതിന്റെ രസകരമായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ്, അതല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ ചോക്ലേറ്റിന്റെ കേസായിരുന്നു. ചോക്ലേറ്റിന്റെ എപ്പിസോഡിലായിരുന്നു, ലൈവിലായിരുന്നു, എവിടെയോ എന്തോ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ഇതൊന്നും എപ്പിസോഡിൽ തന്നെയാണ് കണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ രാത്രിയിൽ പാതിരാത്രി നടന്നത്, പാതിരാത്രിയിൽ ഞാൻ കണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള കണ്ടന്റ് ഒന്നും പറയാനില്ല. ബിന്നി ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. അപ്പൊ അതിന്റെ പേരിലുള്ള ഒരു ചെറിയ വഴക്ക്. കാരണം ഈ ജിസൈൽ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഉണ്ടാക്കി കുടിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാക്കുമായിരുന്നില്ല ബിന്നിയൊക്കെ. അപ്പൊ ബിന്നി അത് ചെയ്തെന്നും പറഞ്ഞ് അക്ബർ എല്ലാം കൂടെ കിടന്ന് ചെറിയ രീതിയിലുള്ള ഒരു സംസാരം അതേ അവിടെ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ലൈവിൽ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ക്ലൂസീവ് പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, മിക്കവാറും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, സംഭവിക്കും. എന്താണ് ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവനെ കൊണ്ടുവരുന്നതിനകത്തൂടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. ചിലപ്പോൾ ആ ഒരു രീതിയിൽ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും ഉണ്ടാവാതെ ക്രിയേറ്റ് ആവാതെ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ വന്നിട്ട് ആരോടെങ്കിലും ഒക്കെ അനുമോളെ പറ്റി കുറ്റം പറഞ്ഞ് പിന്നെ അനുമോൾ അവിടെ ബഹളം ഉണ്ടാക്കി, ഇങ്ങനെ ഒരു കലാപരിപാടി ചിലപ്പോൾ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും നമ്മൾ കാണണമെന്ന്. ഇനി അതുകൊണ്ടാണോ അവനെ അങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ചെറുക്കനെ നമ്മൾ നാളത്തെ എപ്പിസോഡിൽ മിക്കവാറും കാണുവടേ, മിക്കവാറും കേട്ടോ, ഉറപ്പ് അങ്ങോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിൽ കത്തി വെക്കുവടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും അല്ല, കേൾക്കുന്നു, വരാനുള്ള സാധ്യതയുണ്ട്. ചെറുക്കൻ എന്തായാലും വരട്ടെ. ചെറുക്കൻ വന്നു കഴിയുമ്പം എൻ്റെ ഒരു പേടി എന്താണെന്നറിയോ, ഇപ്പം വന്നു കഴിയുമ്പോഴത്തേക്ക് ആതിരയുടെ മൂടി ചിലപ്പോൾ അങ്ങോട്ട് മാറും. മിക്കവാറും ആതിര പുറത്തു പോകാനുള്ള ഒരു സാധനത്തിന് ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇവനെ അങ്ങോട്ട് കയറി വരുന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ആതിര ചെല്ലും, അനുമോളെ പറ്റി കിഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചത് പുറത്തിട്ടതാണെങ്കിൽ ആ ഒരു സാധനത്തിന് നൂറ പോകാൻ സാധ്യതയില്ല. പക്ഷെ ആതിര ചിലപ്പോൾ ചെയ്യും. ആതിര അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണല്ലോ. അപ്പം ആതിര പുറത്തു പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനാണോ ഇവനെ, അനുമോൾക്കുള്ളൊരു പണി അതവിടെ ഇരിക്കട്ടെ. എനിക്ക് അറിയത്തില്ല അത് എങ്ങനെയായിരിക്കും വോക്കൗട്ട് ചെയ്യുന്നത്. ബിഗ് ബോസ് അങ്ങനെ വല്ല ഉദ്ദേശിച്ചിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ മുമ്പും, അതായത് ഒരു സ്റ്റോറി ലൈൻ ബിഗ് ബോസിനുണ്ട്. ആ ഒരു സ്റ്റോറി ലൈൻ അനുസരിച്ച് അവർ സ്ക്രിപ്റ്റഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു സ്റ്റോറി ലൈൻ കാണും, അതിനനുസരിച്ച് പോകണം. അതിനനുസരിച്ച് പോവാതെ എങ്ങോട്ടെങ്കിലും ഡീവിയേറ്റ് വരുമ്പോൾ ഇവർ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുത്തിക്കയറ്റും. അങ്ങനെ കുത്തിക്കയറ്റുന്ന ഒരു ഐറ്റം ആണോ ഈ പഴയ ബോയ് ഫ്രണ്ട്? എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ ആ ഒരു ബോയ് ഫ്രണ്ട് വെച്ചിട്ടുള്ള കളികൾ ഏതൊക്കെ തരത്തിലേക്ക് പോവും, ആരൊക്കെ അതിനകത്ത് കുത്തിത്തിരിപ്പ് കൊണ്ട് വരും. ബിന്നിയുടെയൊക്കെ കേസ് കുത്തിത്തിരിപ്പ് സാധ്യതയുണ്ട്, ഇല്ലാതൊന്നുമല്ല. ആകെ അവിടെ ഇപ്പം നിൽക്കുന്നതിനകത്ത് കുത്തിത്തിരിപ്പ് കാണിക്കാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നൂറ ചിലപ്പോൾ ആ ഒരു പരിപാടിയും കൊണ്ട് ഇറങ്ങാൻ സാധ്യതയില്ല. ജിസയിലും കുറവാണ്, സാധ്യത കമ്മിയാണ്. പക്ഷേ ബിന്നി അതുപോലെ തന്നെ ആദിലയൊക്കെ നല്ല വൃത്തിക്കിറങ്ങും കുത്തിത്തിരിപ്പും കൊണ്ട്. എനിക്കങ്ങനെ കേട്ടോ തോന്നുന്നത്, ഞാൻ എൻ്റെ അഭിപ്രായം. പിന്നെ ലക്ഷ്മി ആണെങ്കിലും കാണും, ലക്ഷ്മി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചെറിയ തോതിൽ വലിയ രീതിയിലുള്ളൊരു കുത്തിത്തിരിപ്പില്ല. ഓപ്പൺ ആയിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് എന്ത് കേസാണെങ്കിലും. ഇപ്പം അനീഷിൻ്റെ അടുക്കൽ തന്നെ ആണെങ്കിലും ഇന്ന് നമ്മൾ കണ്ടില്ലേ, വ്യക്തമായിട്ട് ഇന്നലെ നമ്മൾ കണ്ടല്ലോ, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോയിന്റ്സ് ആണ് പറയുന്നത്, ഇല്ലാത്ത കാര്യങ്ങളല്ല.
ഉള്ളത് ഒരാൾ നല്ലത് പറയുമ്പോൾ നമ്മളത് പറയണമല്ലോ. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയുന്ന ഒരാൾ തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ലക്ഷ്മി പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ മണ്ടത്തരം കാണിക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കഴിഞ്ഞ നമ്മുടെ കണ്ടതാണല്ലോ, മറ്റേ മസ്താനി വീട്ടിൽ പോയി ഇരിപ്പുണ്ടല്ലോ ലക്ഷ്മിയുടെ കൊമ്പ് കാരണം. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നലെ പാതിരാത്രി കുറച്ചൊക്കെ ലൈവിൽ നടന്നത്, എപ്പിസോഡിൽ നടന്നത്, പിന്നെ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എന്താണെങ്കിലും പാതിരാത്രിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പോയി നോക്കട്ടെ, ഇനിയും ലൈവിലും രാത്രിയിലെങ്ങാണ് ഇനി വീണ്ടും എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പൊട്ടുമെന്ന് അറിയത്തില്ല. പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ തരാം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.